സങ്കീർത്തനങ്ങൾ 46 അധ്യായം അതിൻ്റെ 1 വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. ഒരു ചെറിയ വചനചിന്ത നിങ്ങളുമായിട്ട് പങ്കുവച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. ഈ ലോകത്ത് ആശ്രയിക്കുവാൻ നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മളെ സഹായിക്കാൻ ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, ദൈവത്തിൻ്റെ സംരക്ഷണവും സഹായവും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ മറ്റൊന്നിനും നമ്മെ രക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ സാധ്യമല്ല. നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവിടുന്ന് നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കും. സത്യത്തിൽ യഥാർത്ഥമായി നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു കഷ്ടത്തിൽ കൂടെയും നഷ്ടത്തിൽ കൂടെയും ഒക്കെ കടന്നു പോകണം. എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുമ്പോൾ, കയ്യിൽ ആവശ്യത്തിന് പണമുള്ളപ്പോൾ, നല്ല ആരോഗ്യമുള്ളപ്പോൾ, അധികാരമുള്ളപ്പോൾ നമ്മളെ പുകഴ്ത്തുവാനും ഉയർത്തുവാനും ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും കാണും. എന്നാൽ നമുക്കൊരു വീഴ്ച വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോൾ, ഇനി പ്രത്യേകിച്ച് പ്രതീക്ഷയ്ക്കൊന്നും ഒരു വകയുമില്ല എന്ന് കാണുമ്പോൾ, കൂടെയുണ്ടെന്ന് നമ്മൾ കരുതിയ പലരും നമ്മളെ കൈവിടിയും. പുകഴ്ത്തിപ്പറഞ്ഞ, ഉയർത്തിപ്പറഞ്ഞ പലരും നമ്മളെ കുറ്റപ്പെടുത്തിയെന്ന് വന്നേക്കാം. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ പോലെ, ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പറഞ്ഞേക്കാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം കടന്നു വരുമ്പോൾ അതിനെ ഓർത്ത് ഒട്ടും നിരാശപ്പെടരുത്. നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, നിങ്ങളുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആരും നിന്റെ കൂടെ നിൽക്കാൻ ഇല്ലാതിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങൾ നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് നിന്റെ കൂടെ നിൽക്കും. ചിലപ്പോൾ ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് ആ ദൈവത്തിൻ്റെ കരം നമുക്ക് നേരിട്ട് ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാണ്. ആവർത്തന പുസ്തകം 4 അധ്യായം അതിൻ്റെ 7 വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? അതെ, എല്ലാ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യേശു ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ഒരിക്കൽ ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒരു ഉൾപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷണറിയുടെ അനുഭവം ഇപ്രകാരം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഒരു പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് വളരെ ക്രൂരനായൊരു കൊള്ളക്കാരൻ കുതിരപ്പുറത്ത് ആ വഴി വന്നു. അയാൾ നന്നായി മദ്യപിച്ചിരുന്നു. പരസ്യയോഗം ശ്രദ്ധിച്ചുകൊണ്ട് ആളുകൾ കൂടി നിൽക്കുന്നത് അയാൾക്ക് അത്ര പിടിച്ചില്ല. ദേഷ്യത്തോടെ അയാൾ മുന്നോട്ട് കുതിച്ചു. ജനം അയാളുടെ കുതിരയ്ക്ക് വഴിമാറിക്കൊടുത്തു. കുതിരയെ മിഷണറിയുടെ മുകളിലൂടെ വേഗത്തിൽ ഓടിച്ചു കയറ്റുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. അതിവേഗത്തിൽ ഓടിവരുന്ന കുതിരയെ കണ്ട് മിഷണറി കണ്ണടച്ചു. കർത്താവേ, നിനക്ക് എന്നെ രക്ഷിക്കുവാൻ കഴിയും, എന്നാൽ അതാണോ നിന്റെ ഇഷ്ടം എന്നെനിക്കറിയില്ല. നിന്റെ ഹിതത്തിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചു. എത്ര നല്ലൊരു പ്രാർത്ഥന അല്ലേ! അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അതാ ഓടി കുതിച്ചെത്തിയ കുതിര മുൻകാലുകൾ ഉയർത്തി തന്നെ ചവിട്ടുവാൻ ഭാവിച്ചെങ്കിലും പെട്ടെന്ന് അദൃശ്യമായ ഒരു ഭിത്തിയിൽ ചെന്ന് ഇടിച്ചിട്ടെന്ന പോലെ പിന്നോട്ട് മലർന്നുപോയി. ആ കൊള്ളക്കാരൻ ഏതായാലും വീണില്ല. അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അയാൾ കോപപരവശനായി കുതിരയെ പുറകോട്ട് കൊണ്ടുപോയി രണ്ടാമതൊരിക്കൽ കൂടി അതിവേഗത്തിൽ ഓടിച്ചു കൊണ്ടുവന്ന് ഈ പ്രാവശ്യം ആ അദൃശ്യഭിത്തി കുതിരയ്ക്ക് വീണ്ടും തടസ്സമായി. 3-ാം പ്രാവശ്യം അദൃശ്യഭിത്തിയുടെ പ്രഹരം ആ കൊള്ളക്കാരനെ തള്ളി താഴെയിട്ടു. നാണംകേട് മറയ്ക്കുവാൻ കൂടുതൽ ക്രൂരത മുഖത്ത് വരുത്തി അയാൾ കുതിരയെ ദൂരത്തേക്ക് ഓടിച്ചു പോയി. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയോ പ്രതീക്ഷിക്കുന്നത് പോലെയോ ആയിരിക്കണമെന്നില്ല ദൈവത്തിൽ നിന്നുള്ള സഹായം വെളിപ്പെടുന്നത്. നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം ആയിരിക്കും ദൈവത്തിൽ നിന്നുള്ള സഹായം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം
സങ്കീർത്തനക്കാരൻ പറഞ്ഞത് നമുക്കും പറയാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആരെങ്കിലും എന്തെങ്കിലും ഭാരത്താൽ, ചില ഒറ്റപ്പെടലുകളുടെ മധ്യത്തിൽ, ചില നിരാശകളുടെ മധ്യത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില അത്ഭുത വഴികളെ ഈ ദിവസങ്ങളിൽ തുറന്നു തരാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ ഒക്കെ ആയിരിക്കുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുത കരം അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അത്ഭുതകരമായി അവിടുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് പറഞ്ഞല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. നിൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതെ, ഇന്നത്തെ പകൽക്കാലം ഒരു വലിയ ദൈവിക സംരക്ഷണയുടെ പകൽക്കാലമായി തീരട്ടെ. അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ, വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ, രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. തീർന്നൻ പാതയിൽ ഞാൻ